നട്ടപ്പാതിരക്കേ ഫോണെടുത്ത് നോക്കിയപ്പോഴാണ് പെരിന്തൽമണ്ണ നാളെ ഹർത്താൽ എന്ന് കണ്ടത്. അയവ ഇക്ക വീട്ടിലുണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. നേരം വെളുത്ത് നോക്കിയപ്പോഴേക്ക് ഹർത്താൽ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അപ്പൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാം തലേ ദിവസം പ്ലാൻ ചെയ്യലുണ്ടായിരുന്നു. പെട്ടെന്ന് പ്ലാന് മാറിയപ്പോഴേക്ക് ഞാൻ ബ്ലാങ്കായി. അതുവരെ ജോലിക്ക് പോണില്ല എന്ന് പറഞ്ഞ് ഇക്ക പെട്ടെന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതാണ് വീടിൻ്റെ അവസ്ഥ കേട്ടോ. പെട്ടെന്ന് തന്നെ കുറച്ച് ബട്ടർ ചിക്കനും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി അപ്പൂസിനൊരു തരത്തിലും മാനേജ് ചെയ്തിട്ടോ. ഫുഡായപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇക്കയും തന്നെ കഴിക്കാനൊന്നും നിന്നില്ല, കൊണ്ടുപോയേക്കായിരുന്നു. ഇപ്പോൾ ഇക്ക നേരത്തെ പോയിട്ട് വൈകിട്ടേ വരുള്ളൂ. ഈ ഒരു കുറച്ച് സമയം ഇപ്പോൾ ശരിക്കും ഞങ്ങൾ കാണലുള്ളൂ കേട്ടോ. ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തുങ്ങാണ്ട് ഇക്ക പോവാൻ ഇറങ്ങിയപ്പോഴേക്ക് അപ്പൂസ് പോവാൻ വേണ്ടിയിട്ട് കരച്ചിലായിട്ടോ. റൂമിൽ വന്ന് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അപ്പൂസിനെ ഉറക്കി. അവനുറങ്ങിയ ഉടനെ തന്നെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നടന്നത് ഇതാട്ടോ. അങ്ങനെ അടുക്കളയിൽ വന്നപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പൂസിൻ്റെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഞാൻ അതിക്ക് ചോറൊക്കെ ഇട്ടിട്ട് വയറ് നിറച്ച് ഇരുന്ന് കഴിച്ചു. കാരണം അവൻ എണീറ്റാൽ ചിലപ്പോൾ എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ. നല്ല ബട്ടർ ചിക്കനും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കുറേ തണുത്ത് പോയിട്ട് കഴിച്ചാൽ പിന്നെ ഒരു ഹരല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ കഴിച്ചിട്ട് മൊത്തം ക്ലീൻ ചെയ്തു. ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പെട്ടെന്ന് ഹർത്താൽ പിൻവലിച്ചപ്പോൾ ഒക്കെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അപ്പൂസിൻ്റെ സഹകരണം കൊണ്ട് ഇന്ന് പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ആളെ എൻ്റെ പണി കഴിയണേൻ്റെ മുന്നേ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഉള്ള ഒരു ഉറുമ്പിനെയൊക്കെ കാണിച്ചു കൊടുത്ത് നിർത്തിയതായിരുന്നു. ഉറുമ്പിനെ പിടിച്ച് ഉറുമ്പ് കടിച്ചിട്ടുണ്ട്. ആ കരച്ചിലാട്ടോ നിങ്ങൾ കാണുന്നത്. സമയം ഇഷ്ടം പോലെ ബാക്കി ഉണ്ടായതുകൊണ്ട് ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇതാ ഹെൽപ്പറും ഉണ്ട് കേട്ടോ. ആൾക്ക് പാപ്പ കുടിക്കാനായിട്ടുണ്ട്. പണി കഴിയണേൻ്റെ മുന്നേ തന്നെ എന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് പാല് കുടിക്കുന്ന തിരക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാനിത് കരാറൊന്നും എടുത്തിട്ടില്ലല്ലോ, ഇന്ന ടൈമിൽ തീർക്കാമെന്നൊന്നും. അതുകൊണ്ട് അപ്പൂസിൻ്റെ കൂടെ ഇരുന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യലുള്ളൂ. അങ്ങനെ ഇതാ വീട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞതാ അപ്പൂസ് ഡ്രസ്സ് മാറി ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോകട്ടെ. അപ്പൂസ് നന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് പിന്നെ എനിക്ക് എണീറ്റപ്പോൾ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഒന്ന് മയങ്ങി. ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എണീറ്റിട്ട് അവനുള്ള പഴമൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഇതാ പഴമൊക്കെ കൊടുത്ത് ഈവനിങ് ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ബാങ്ക് കൊടുക്കുന്ന വരെ അവനെയും കൊണ്ട് ഞാൻ പുറത്തു കൂടെ നടക്കും കേട്ടോ. അപ്പോൾ ചന്ദ്രേട്ടൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വൈകുന്നേരം ആയിട്ട് ബാങ്ക് കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത്. 2 സമയം അപ്പൂസ് നെയ്ച്ചോറ് കഴിച്ചതുകൊണ്ട് തന്നെ രാത്രിക്ക് ഞാൻ കഞ്ഞി വെച്ചിട്ടോ. ആള് കഞ്ഞിയൊക്കെ ഉഷാറായിട്ട് കുടിച്ചത് അവിടെ ഉറങ്ങിയിട്ടുണ്ട്. ഇനി ഉള്ളത് എൻ്റെ ടൈമാണ്, എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ടൈമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.